കൂട്ടുകാരെ, ഇത് മധ്യപ്രദേശിൽ നിന്നും ഉള്ള ഒരു നാടോടി കഥയാണ്. കഥയുടെ പേര് സിംഹത്തിന്റെ പാൽ. ഒരു രാജാവിന്റെ മകനും മന്ത്രിയുടെ മകനും ആശാരിയുടെ മകനും തമ്മിൽ വലിയ ചങ്ങാത്തമായിരുന്നു. അവർ പിരിഞ്ഞിരിക്കുന്ന സമയം തന്നെ ചുരുക്കം. എപ്പോഴും കളിയും തമാശയുമായി അവർ സമയം കഴിച്ചു. ആശാരിയുടെ മകൻ കളിക്കാൻ വരാത്ത പക്ഷം രാജകുമാരനും മന്ത്രികുമാരനും അയാളെ തേടി പുറപ്പെടാതിരിക്കാറില്ല. അന്നൊരു ദിവസം ആശാരിയുടെ മകൻ കളിക്കാൻ വന്നെത്തിയില്ല. മന്ത്രികുമാരനും രാജകുമാരനും പരിഭ്രമമായി. അവർ ഓടി ആശാരിയുടെ വീട്ടിലെത്തി. ആശാരിയുടെ മകന് പനിയായിരുന്നു. ഉടൻ തന്നെ രാജകീയ വൈദ്യന് ആൾ പോയി. ഒന്നാന്തരം ചികിത്സയും നടന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആശാരിയുടെ മകന്റെ സൂക്കേട് നിശേഷം മാറി. അതിൽ പിന്നെ രാജകുമാരന്റെയും മന്ത്രികുമാരന്റെയും നിർബന്ധം നിമിത്തം ആശാരിയുടെ മകൻ കൊട്ടാരത്തിൽ കളിക്കാൻ പോകുന്നത് ഒരു പതിവാക്കി. ഒരു ദിവസം ആശാരി മകനെ വിളിച്ചു പറഞ്ഞു, "നീ എന്തൊരു ഭ്രാന്താണി കാണിക്കുന്നത്? അവർ ഭാവിയിൽ രാജാവും മന്ത്രിയുമായി തീരാനുള്ളവരാണ്. അവർക്ക് ജീവിതക്ലേശം എന്നതില്ല. നിന്റെ കാര്യം അങ്ങനെയല്ല. തൊഴിൽ പഠിക്കാത്ത പക്ഷം നിനക്ക് പട്ടിണി കിടന്നു ചാകേണ്ടി വരും." അതിനുശേഷം ആശാരി മകനെ പുറത്തുവിട്ടില്ല. മരപ്പണി പഠിക്കുന്നതിൽ നിഷ്കർഷിക്കുകയും ചെയ്തു. "ഞാൻ തടി അറുത്തു കൊണ്ടുവരുന്നതിന് കാട്ടിൽ പോകുകയാണ്. നീ എന്റെ കൂട്ടത്തിൽ വരണം," ആശാരി മകനോട് പറഞ്ഞു. അതിനെ തുടർന്ന് മകൻ അച്ഛന്റെ കൂട്ടത്തിൽ കാട്ടിലേക്ക് പോയി. ആശാരിയുടെ മകനെ കാണാത്തത് കൊണ്ട് രാജകുമാരനും മന്ത്രികുമാരനും പരിഭ്രമിച്ചു. അവർ അയാളെ തേടി പുറപ്പെട്ടു. രാജാവും മന്ത്രിയും ശോഭിച്ചു. തങ്ങളുടെ മക്കൾ കാട്ടിൽ പോയി ആശാരിപ്പണി നടത്തുകയാണെന്നറിഞ്ഞപ്പോൾ അവർ കോപിച്ചു. ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. "നിങ്ങളിനി കൊട്ടാരത്തിൽ നിന്നും വെളിയിൽ കളിക്കാൻ പോകാൻ പാടില്ല." കുറെ നാൾ അങ്ങനെ കഴിഞ്ഞു. എന്തുകൊണ്ടോ അക്കാലത്ത് രാജകുമാരന് ഒരു ബുദ്ധിഭ്രമം വന്നുപെട്ടു. പല വൈദ്യന്മാരും ചികിത്സിച്ചു നോക്കി. യാതൊരു ഫലവും കിട്ടിയില്ല. അന്നൊരു ദിവസം ഒരു യോഗി കൊട്ടാരത്തിലെത്തിച്ചേർന്നു. രാജകുമാരനെ പരിശോധിച്ചതിനു ശേഷം യോഗി പറഞ്ഞു, "മഹാരാജാവേ, രാജകുമാരന്റെ ബുദ്ധിഭ്രമം മാറ്റുന്നതിന് ഒരേ ഒരു മരുന്ന് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. അത് സമ്പാദിക്കാൻ കുറെ പ്രയാസമാണ് താനും." "ആ മരുന്ന് എന്താണ്?" രാജാവ് ചോദ്യമിട്ടു. "സിംഹിനിയുടെ പാൽ വേണം." "സിംഹിനിയുടെ പാലോ? അത് കൊണ്ടുവരാൻ ആര് വിചാരിച്ചാൽ സാധിക്കും?" പലരും ശ്രമിച്ചു. പക്ഷേ സിംഹിനിയുടെ പാൽ കൊണ്ടുവരാൻ ആര് വിചാരിച്ചിട്ടും സാധിച്ചില്ല. രാജകുമാരന് സൂക്കേടാണെന്ന വിവരം ആശാരിയുടെ മകനും അറിയാൻ കഴിഞ്ഞു. അയാൾ ഉടൻ കൊട്ടാരത്തിലെത്തി. "മഹാരാജാവേ, സിംഹിനിയുടെ പാൽ ഞാൻ കൊണ്ടുതരാം," അയാൾ പറഞ്ഞു. അന്നു തന്നെ അയാൾ സിംഹത്തിന്റെ പാലിന് വേണ്ടി യാത്ര തിരിച്ചു. ഭയങ്കരമായ ഒരു വനത്തിൽ പാറക്കെട്ടുകളുടെ മധ്യത്തിലാണ് സിംഹം പാർത്തിരുന്നത്. ഒരു കുട്ട നിറയെ മധുരപലഹാരങ്ങളും ചുമന്നുകൊണ്ടാണ് അയാൾ വനത്തിലെത്തിയത്. സിംഹിനി കുഞ്ഞുങ്ങളെ ഉറക്കിക്കിടത്തിയതിനു ശേഷം തീറ്റ തേടി പോയിരിക്കുകയായിരുന്നു. ഗുഹദ്വാരത്തിൽ നിന്നും ഒരു മരത്തിന്റെ മുകളിൽ പലഹാരക്കെട്ടുകളുമായി ആശാരിയുടെ മകൻ ഇരിപ്പുറപ്പിച്ചു. സിംഹക്കുട്ടികൾ എന്തോ ആവശ്യത്തിനു ഗുഹദ്വാരത്തിലെത്തിച്ചേർന്നപ്പോൾ അയാൾ മധുരമുള്ള ഒരു പലഹാരം അവർക്ക് ഇട്ടുകൊടുത്തു. ഇത്രയും മധുരമുള്ളൊരു പലഹാരം ആ കുഞ്ഞുങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. "ഞങ്ങൾക്ക് കുറച്ചുകൂടി പലഹാരം തരാമോ?" സിംഹക്കുഞ്ഞുങ്ങൾ ചോദിച്ചു. "നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാൻ അമ്മയുടെ മുലപ്പാലുണ്ടല്ലോ. എനിക്ക് വിശപ്പടക്കാൻ പലഹാരമല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അമ്മയുടെ മുലപ്പാൽ തരാം. അല്പം കൂടി പലഹാരം ഞങ്ങൾക്ക് തരാമോ?" "തരാം. പക്ഷെ നിങ്ങൾ മുലപ്പാൽ എങ്ങനെ കൊണ്ടുതരും?" "അതോ പറയാം. ഞങ്ങൾ ആദ്യം പാൽ കുടിക്കും. അത് പിന്നെ നിങ്ങൾ തരുന്ന പാത്രത്തിൽ തുപ്പിയൊഴിക്കുകയും ചെയ്യാം." "അത് കൊള്ളാം." ആശാരിയുടെ മകൻ തന്റെ കയ്യിലിരുന്ന പാത്രം താഴത്തേക്ക് ഇട്ടുകൊടുത്തു. സിംഹിനി തിരിച്ചെത്തിയ ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ അയാൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അന്ന് വൈകിട്ട് തന്നെ അയാൾ സിംഹിനിയുടെ പാൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തു. അതുപയോഗിച്ചു നിർമ്മിച്ച ഔഷധത്താൽ രാജകുമാരന്റെ അസുഖം നിശേഷം മാറി.